നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ടില്ലേ, ഈ ഒരു വാഴത്തോപ്പുകളും പിന്നെ അതേപോലെ തന്നെ മലനിരകളും എന്താ പറയുക, വിശാലമായ പാടവും ഒക്കെയുള്ള വളരെ ഒരു കുന്നിന്റെ മുകളിൽ, ഇത്രയും ഹിൽസ് ഏരിയയിൽ, ഇത്രയും ടോപ്പില്, ഇത്രയും വിശാലമായ ഒരു എന്താ പറയാ, ഗ്രാമീണ ഭംഗി ഭയങ്കരമായി തുളുമ്പുന്ന പച്ചപ്പുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് വയനാട്. ആ വയനാട്ടില് നമ്മൾ എത്തപ്പെട്ടപ്പോ വയനാടിന്റെ ഭംഗി ഒരുപാട് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാകും വിഷ്വലിലൂടെയൊക്കെ കാണാത്ത ആൾക്കാര്. പക്ഷെ എന്നാൽ പോലും നമ്മളും വയനാട്ടിൽ വന്നു. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എപ്പിസോഡുകളെല്ലാം നമ്മളുടെ വർക്ക്ഷോപ്പുകൾ, അതേപോലെ തന്നെ നമ്മളുടെ ആ ചുറ്റിനുമുള്ള എപ്പിസോഡുകളായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ട്രാവലിങ്ങിലൂടെ ആയിരിക്കും ഇനിയും വരുന്ന എപ്പിസോഡുകളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത്തരത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വയനാടിന്റെ ഭംഗി വിളിച്ചോതുന്ന രീതിയിലുള്ള ഓരോ എപ്പിസോഡുകളും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അതായത് നിങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ചാണകം സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ചാണകത്തിന് വലിയ കുഴിയൊക്കെ നമുക്ക് തീർക്കണമെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് വർക്കൗട്ട് ആകത്തില്ല. പക്ഷെ എന്നാൽ നമ്മൾ ആ ചാണകത്തിന്റെ സീക്വൻസ്, നമ്മളെ ഒരു കുഞ്ഞു പയ്യനെ നമുക്ക് കിട്ടി. കാരണം അവന്റെ പേര് ആദിൽ എന്നാണ്. അവൻ നല്ല മനോഹരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവനെ വെച്ചിട്ട് നമ്മളൊരു സീൻ പ്ലാൻ ചെയ്തു. അവന് നമ്മുടെ കൂടെയുള്ള ക്രൂവിലുള്ള വിഷ്ണുവിന്റെ മുഖത്ത് ചാണകം വാരി എറിയുന്നതാണ് സീക്വൻസിലുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് സിനിമയിൽ ചാണകം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നമുക്ക് ചാണകം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണല്ലോ ഇന്നത്തെ വർക്ക്ഷോപ്പ്. ഈ വയനാട്ടിൽ വന്നിട്ട് നമ്മൾ ഈ റൂമിനകത്തിരുന്ന് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇത് ഫുള്ള് വാഴത്തോപ്പാണ്. അപ്പോൾ ഈ വാഴത്തോപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ചാണകം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി ആട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മൾ മധുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന ആട്ടയാണ്. ആട്ടയും മൈദ വെച്ച് വേണമെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ കേട്ടോ. നമുക്കിപ്പോൾ കിട്ടിയത് ആട്ടയാണ്. സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിലേക്ക് ഇച്ചിരി ആട്ടപ്പൊടി ഇട്ടു, കുറച്ച് വെള്ളം ഒഴുകി ഇറക്കി. കുറച്ച് വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ച് ഒന്ന് ഇറക്കിയെടുത്ത് നമുക്ക് എപ്പോഴും നമ്മൾ ഈ ചാണകപ്പച്ചയുടെ കളർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോയും ബ്ലൂവും, യെല്ലോ സ്റ്റെയിനറും ബ്ലൂ സ്റ്റെയിനറും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് പച്ച കളർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് ഡാർക്ക് ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് കൂടെ നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. യെല്ലോ സ്റ്റെയിനർ, ഇനിയും അടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ബ്ലൂ സ്റ്റെയിനർ കൂടെ ഒഴിക്കണം. ബ്ലൂ സ്റ്റെയിനർ ഇപ്പം നമുക്കൊരു ഗ്രീൻ കളർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് കുറച്ചുകൂടി ഒരു ഡാർക്കാക്കാം. അപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് സ്റ്റെയിൻ,
കളറായി വന്നു. കുറച്ച് അറക്കപ്പൊടി നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഫീലിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല അതിനകത്ത്. കളർ അങ്ങനെ തന്നെ നിൽക്കും, അല്ലാതെ കളറിന് വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. ഇനി നമുക്ക് കുറച്ച് പുല്ലെടുത്തു, കുറച്ച് ഒരു പുല്ല് അല്ലെങ്കിൽ അങ്ങനെ. ഇനി നമുക്കതൊന്ന് കറക്റ്റ് ഒന്ന് വടിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ച് കാണിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് ഒഴിച്ച് കാണിക്കാം. അപ്പോൾ ഇത് നമുക്ക് ചാണകം തറയിൽ കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇത് നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്യാമ്പ് ഫയർ ഇടാനുള്ള ഒരു സെറ്റപ്പാണ്. ഒരു നല്ലൊരു ആംബിയൻസ് അല്ലേ, വയനാട്ടിൽ വന്നിട്ട് നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടില്ലെന്ന് പറയരുത്. അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് ക്യാമ്പ് ഫയർ ഇടാം. കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണൊരാമരത്തിൽ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ വരമ്പത്തിലൂടെ ഒരു ഓരക്കുടയുമെടുത്ത് ചെറുനാറു നടന്നൊരു കാലത്തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമശി കൊണ്ടുവരച്ച് പാമുടിയൊക്കെ വിരിച്ച് നല്ല ചേരുള്ള പാവാടയിട്ട്. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒപ്പം തന്നെ അതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പൊ വീണ്ടും പുതിയ എപ്പിസോഡുകളുമായി കാണാം. ബൈ. അപ്പൊ നമ്മള് ഷോട്ടിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചൂണ്ടയിൽ ഇത് കോർത്തു വെക്കും.